പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സാധാരണ നമ്മൾ ഒരു സ്ഥാനത്തേക്ക് എത്തിയാൽ എത്ര തവണ സത്യപ്രതിജ്ഞ ചെയ്യും? ഒരു തവണ സത്യപ്രതിജ്ഞ ചെയ്യും. എന്നാൽ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി ചെയർമാനായിട്ട് ഒരു തവണ സത്യപ്രതിജ്ഞ ചെയ്താൽ പോരാ, 2 തവണ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി ചെയർമാനായി AV ഗോപിനാഥ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യും. ദേവസ്വം അംഗങ്ങളായി നിയമിക്കുന്ന സർക്കാർ ഉത്തരവിലെ പിഴവിനെ തുടർന്നാണ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. പിഴവ് തിരുത്തി സർക്കാർ വീണ്ടും ഉത്തരവിറക്കിയിരുന്നു. ദേവസ്വം കമ്മീഷണറുടെ അനുമതി ലഭിച്ചാൽ നാളെയോ മറ്റന്നാളോ സത്യപ്രതിജ്ഞ നടക്കും. ദേവസ്വം അംഗങ്ങളുടെ നിയമനം ചോദ്യം ചെയ്ത് മുൻ ദേവസ്വം അംഗം ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഹർജിയിൽ സർക്കാരിനും ദേവസ്വത്തിനും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ജെയ്സൺ ചാമോളപ്പിലുണ്ട്. ജെയ്സൺ ചാമോളപ്പിൽ, ഇത് ഡബിൾ സത്യപ്രതിജ്ഞയാണല്ലോ. ഇതെന്താണ്, അത്ര ഉറപ്പില്ലാത്തതുകൊണ്ടാണോ രണ്ടാമത്തെ സത്യപ്രതിജ്ഞ കൂടി ചെയ്യിപ്പിക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ സ്വത്ത് സംരക്ഷിക്കുന്ന ദേവസ്വം ബോർഡിന്റെ ചെയർമാനായിട്ട് വരുന്നയാൾ 2 തവണ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതൊരു കൗതുകകരമായ കാര്യമാണ്. അതും കോടതിയിൽ കേസ് നിൽക്കുകയുമാണല്ലേ ജെയ്സൺ? എന്താണ് കൂടുതൽ വിവരങ്ങൾ ജെയ്സൺ? വിചിത്രമായിരിക്കുന്നു. അരുൺകുമാർ, വിചിത്രമായ നടപടി എന്ന് പറയേണ്ടി വരും. ഗുരുവായൂർ ദേവസ്വത്തിന്റെ അംഗങ്ങളും ചെയർമാനുമൊക്കെ രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു എന്നത് അല്പം തിടുക്കം കൂടിയോ എന്നതാണ്. സർക്കാരിനും ദേവസ്വം വകുപ്പിനുമൊക്കെ അല്പം തിടുക്കം കൂടി. എത്രയും പെട്ടെന്ന് ഇലക്ഷന്റെ നോട്ടിഫിക്കേഷൻ വരും എന്നതുകൊണ്ട് ഈ 14-ാം തീയതിയാണ് നിലവിലുണ്ടായിരുന്ന ചെയർമാന്റെ കാലാവധി ഇരുന്നത്. പക്ഷേ ഇത്തിരി വേഗത്തിലാക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ രാജി എഴുതി വാങ്ങി. അതോടൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ ഓർഡർ ഇറക്കി. പക്ഷേ ആ ഓർഡറിൽ വന്നൊരു പിശക് എന്ന് പറയുന്നത് നിലവിലുള്ള ചെയർമാനായ വിജയൻ, അതായത് പ്രൊഫസർ വിജയന്റെ കാലാവധി അദ്ദേഹം രാജിവെച്ചത് മൂലം ആ തൽസ്ഥാനത്തേക്ക് ഇന്ന ആളെ നിയമിക്കുന്നു, അതായത് ഗോപിനാഥനെ നിയമിക്കുന്നതാണ് ഉത്തരവിൽ പറയുന്നത്. പക്ഷേ ഏറ്റവും അപകടകരവും വിചിത്രവുമായ ഒരു കാര്യം, 14-ാം തീയതി അദ്ദേഹത്തിന്റെ കാലാവധി തീരുകയാണ്. അതോടുകൂടി 14-ാം തീയതിയോടുകൂടി അദ്ദേഹം ഇപ്പോൾ പുതിയ ചെയർമാന്റെ കാലാവധി തീരും. ഇത് നിയമപരമായ ഒരു വിഷയമാണ്. പക്ഷേ ഇതൊന്നും നോക്കാതെ തിടുക്കം കൂട്ടി ചെയ്തതാണ്. പിന്നീടാണ് അബദ്ധവും അപകടവും മനസ്സിലായത്. ഉടനെ 11-ാം തീയതി പുതിയ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കുന്നു. പക്ഷേ 11-ാം തീയതി ഹൈക്കോടതിയിൽ ഇതെല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് മുൻ ദേവസ്വം അംഗമായ കുഞ്ഞുണ്ണി ഹൈക്കോടതിയെ സമീപിക്കുന്നു. അതിൽ ഹൈക്കോടതി ഇപ്പോൾ ദേവസ്വത്തിനും അത് ദേവസ്വം വകുപ്പിനും സർക്കാരിനുമൊക്കെ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. വളരെ സങ്കീർണമായ ഒരു വിഷയത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഇതിനിടയിൽ വീണ്ടും തിടുക്കം കൂട്ടി ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള നീക്കമാണ് നടക്കുന്നത്. നാളെയോ മറ്റന്നാളോ സത്യപ്രതിജ്ഞ ചെയ്യാനാണ് ഇപ്പോൾ നീക്കം. അത് തൃശ്ശൂരിൽ നടത്തേണ്ടതില്ല എന്നാണ് നിലവിലുള്ള തീരുമാനം. തിരുവനന്തപുരത്ത് പോയി കമ്മീഷണർ മുൻപാകെ നടത്താമെന്നതാണ് നിലവിൽ തീരുമാനിച്ചത്. പക്ഷേ ചില ശാരീരിക പ്രശ്നങ്ങൾ മൂലം ദേവസ്വം ചെയർമാൻ ഇപ്പോൾ ആശുപത്രിയിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ ദേവസ്വം കമ്മീഷണർ പറയുന്നതനുസരിച്ച് നീങ്ങാനാണ് ഇപ്പോഴത്തെ തീരുമാനം. നിയമപരമായ നടപടി പിന്നീട് നേരിടാം എന്നതാണ് ദേവസ്വത്തിന്റെ നിലപാട്. അരുൺകുമാർ, താങ്ക് യു. ജെയ്സൺ ചാവളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 2 തവണ സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനായിട്ട് വരുന്നത്.